ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഡിഫൻസ് മിനിസ്റ്റർ എന്നോട് ആ കാര്യം പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ, റിയയുടെ മുത്തച്ഛി മരിച്ചു എന്ന്. റിയയുടെ മുത്തച്ഛി എന്ന് പറയുമ്പോൾ അത് റിയയുടെ മാത്രം മുത്തച്ഛിയല്ല, ഞങ്ങളെല്ലാവരെയും മുത്തച്ഛിയാണ്. വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധമാണ്. അമ്മച്ചിക്ക് മുത്തച്ഛിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം സ്ഥിരമായിട്ടുള്ളൊരു ചുമ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കഫ് സിറപ്പ് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് സാമ്പിൾ കൊണ്ടു തരുമ്പം പ്രിയ അത് മുത്തച്ഛിക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അവസാനം ഒരു മാസം മുമ്പ് മുത്തച്ഛി ഇവിടെ 1.5 മാസത്തോളം ഇവിടെ അഡ്മിറ്റായിരുന്നു. മരിച്ചു എന്ന് ഉറപ്പിച്ച നിമിഷങ്ങൾ. എന്നാലും അവർ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ തന്നെ നിർത്തി. എന്നിട്ട് പരിചരിച്ച് അന്നൊക്കെ മരണം ഇന്നല്ലെങ്കിൽ നാളെ, പല ദിവസങ്ങളിൽ മരണം അടുത്ത് വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം മരണത്തിൻ്റെ മാലാഖമാരെ മരണം എടുത്തു നിന്നും കുട്ടിയെ കിട്ടുമോ എന്ന് പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ ജീവിതത്തിൽ തോന്നിപ്പോവാറുണ്ട്. സ്നേഹം വല്ലാത്തൊരു മരുന്നാണ്, പരിചരണം വല്ലാത്തൊരു മരുന്നാണ്. നമ്മുടെ ജീവനൊക്കെ മറന്ന് നമ്മൾ അവരെ പരിചരിക്കുമ്പം ഒരു നിമിഷമെങ്കിലും നമ്മൾ ജീവിതനോട് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവനോടെ ജീവിച്ചതുകൊണ്ട് കാര്യമല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, നമ്മോട് സംസാരിക്കാൻ പറ്റില്ല. എങ്കിലും ആ ജീവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്മാർപ്പെടുന്നൊരു ബദ്ധപ്പാടുണ്ടല്ലോ. കിടപ്പിലാണെങ്കിലും ഞങ്ങളെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകരുത്, അവരുടെ ജീവൻ ഇവിടെ ഉണ്ടാവണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ മറ്റൊരു മനുഷ്യനുള്ള സ്നേഹം ശരിക്കും കണ്ടറിയാം. ഉറപ്പാണ് മുത്തച്ഛിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം രാവിലെയും പ്രിയ ചോദിച്ചിരുന്നു, ഞങ്ങളെ മുത്തച്ഛിക്ക് തീരെ വയ്യട്ടോ. ഞാൻ തമാശ രൂപത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രിയ ഇത്രയും നാൾ മുത്തച്ഛി ജീവിച്ചില്ലേ, ഇത്രയും നാളെ ജീവനോടെ കാണാൻ പറ്റിയില്ലേ, നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയ ചെറിയ ദുഃഖത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. അതിങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എങ്കിലും ആ മുത്തച്ഛിക്ക് കാരുണ്യവാൻ്റെ തിരുസന്നിധിയിലേക്കുള്ള പുതിയ ജന്മം ശാന്തസുന്ദരവും വിശാലവുമായ ഒരിടത്താവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.